ഈശോയിലേക്കും പ്രിയപ്പെട്ട പ്രിയകരിച്ച പ്രിയപ്പെട്ട ജലാംശന്മാരെ, സ്ഥിതിയച്ഛന്മാരെ, മറ്റ് വൈദികരെ, സമർപ്പിതരെ, മാതാപിതാക്കളെ, ഇതര മതവിഭാഗത്തിൽപ്പെട്ട പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട വിചാരിച്ചവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വളരെയേറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു കാര്യത്തിനാണ് ഇന്ന് പുത്തനായിട്ട് ഇവിടെ ആരംഭം കുറിച്ചിരിക്കുന്നത്. നമ്മളുടെ സഭയുടെ ശ്ലൈഹിക പാരമ്പര്യത്തോട് ബന്ധപ്പെട്ട തോമാസ് ശ്ലീഹായുടെ ഭാരതപ്രവേശനവും അതേ തുടർന്നുള്ള ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആ ഒരു വ്യാപ്തിയും ആ ക്രൈസ്തവർ ഇവിടെ ഉണ്ടായിരുന്ന ഇതര മതവിഭാഗത്തിൽപ്പെട്ടവരുമായിട്ടുള്ള രമ്യതയിലുള്ള ജീവിതവും എല്ലാം നമ്മെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്ന വലിയൊരു കാര്യമാണ് ഈ ചെർപ്പുങ്കൽ കൊറോണ. അത് പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്ന ഈ മൂന്ന് പീടികയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ 1-2 നിമിഷം ഇവിടെ പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടി ഒന്ന് ആവർത്തിച്ചുകൊള്ളട്ടെ. നമ്മളുടെ സഭ നിരന്തരമായിട്ട് കൂടുതൽ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഈ രാജ്യത്ത് അന്നത്തെ അൺഡിവൈഡഡ് ഇന്ത്യ എന്ന് പറയുന്ന നമ്മളുടെ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈന ഉൾപ്പെടെയുള്ള ആ പ്രദേശങ്ങളിൽ ചിതറിക്കപ്പെട്ട യഹൂദ വംശജര് അവരുടെ സാന്നിധ്യവും അവരുടെ പ്രവർത്തനവും ഈ രാജ്യത്ത്, ഈ ദേശത്ത് ഉണ്ടായിരുന്നു എന്നതിൻ്റെ വലിയ പഠനങ്ങൾ, ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ BC മുതൽ യൂത ബ്രാഹ്മണന്മാർ ഇന്ത്യയുടെ മുഖ്യ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിന്ന് റാവു, ദസ്, ഭട്ട്, ഭട്ടാചാര്യ, പത്ര, മഹാപത്ര, ഭട്ടർ എന്ന പേരുകളിലൊക്കെ വിളിക്കുന്ന ഈ രാജ്യത്തിലെ മക്കള് അവരുടെ ചരിത്രം നല്ലപോലെ അന്വേഷിച്ചു പോയാൽ ഈ ഇസ്രായേൽ വംശത്തിൽ നിന്ന് ഇവിടെ കുടിയേറി പാർത്ത യഹൂദരുമായിട്ട് ഇടകലർന്ന് ആ യഹൂദരിൽ നിന്ന് തോമാസ് ശ്ലീഹ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ക്രൈസ്തവരും അതിനു മുമ്പ് തന്നെ ആ യഹൂദരിൽ നിന്ന് ഇവിടെ ബുദ്ധമതക്കാരും ജൈനമതക്കാരും ഹൈന്ദവ സമുദായത്തിലെ ആളുകളും എല്ലാം പിറവിയെടുത്തു. അങ്ങനെ വളരെ വലിയ ചരിത്ര പ്രാധാന്യത്തോടുകൂടി നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് ഇന്ത്യ ചരിത്രത്തെയും നമ്മളുടെ സഭയുടെ ചരിത്രത്തെയും ഈ ഒരു ഹിസ്റ്റോറിക് ലെൻസിലൂടെ കാണുക എന്നുള്ളത്. ഈ യൂത ബ്രാഹ്മണര് പിന്നീട് UP, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, വിദർഭ, തെലങ്കാന, ആന്ധ്ര, കർണാടക, കേരളം എന്നിവിടേക്ക് അവർ ക്രമേണ യാത്ര ചെയ്തു. കർണാടകത്തിലെ ചിത്രദുർഗയിൽ വളരെയേറെ സമ്പന്നന്മാരായിട്ടുള്ള യഹൂദന്മാരുണ്ടായിരുന്നു. അവരിൽ ചില വിഭാഗക്കാരെല്ലാം ക്രൈസ്തവർ ആവുകയും ചെയ്തവരാണ്. യൂത ബ്രാഹ്മണരെയാണ് വാസ്തവത്തിൽ തോമാസ് ശ്ലീഹ കൊടുങ്ങല്ലൂര് അല്ലെങ്കിൽ മുസീറിച്ച് എന്ന് നമ്മൾ വിളിച്ചിരുന്ന ആ സ്ഥലത്ത് അദ്ദേഹം കണ്ടുമുട്ടിയത്. അവിടെ നിന്ന് പാലയൂര്, കൊടുങ്ങല്ലൂര്, പറവൂര്, കൊക്കമംഗലം, നിരണം, കൊല്ലം, നിലയ്ക്കൽ എന്നിവിടങ്ങളിലെല്ലാം ഈ ശിഷ്യന്മാർ വ്യാപിച്ചു. ഇവരുടെ ഏറ്റവും വലിയ ഒരു തെളിവ് ഇവിടെ നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും നമ്മൾ കാണുന്ന ശവക്കല്ലറകളാണ്. യഹൂദന്മാരെ മാത്രമേ മൃതശരീരം അന്നത്തെ കാലത്ത് സമ്പൂജ്യമായിട്ട് മനോഹരമായ കല്ലുകൊണ്ടുള്ള പാറകളിൽ അല്ലെങ്കിൽ അതുപോലുള്ള പെട്ടികളിലൊക്കെ സംസ്കരിക്കുന്ന ആ ഒരു പതിവുണ്ടായിരുന്നുള്ളൂ. ശവക്കല്ലറകളും ശ്മശാന ഗുഹകളും കല്ലറ തൂണുകളും എല്ലാം നമുക്ക് തമിഴ്നാട്ടിലും നമ്മുടെ ഈ രാജ്യത്തും സമൃദ്ധമായിട്ട് നമുക്ക്
കാണാനായിട്ട് സാധിക്കും. തമിഴ് ജനതയിൽ സാമ്പത്തിക സാംസ്കാരിക മേഖലയിൽ മുന്നിട്ട് നിന്നിരുന്ന ദശഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരാണ് പത്തന്മാര് അല്ലെങ്കിൽ പട്ടന്മാര്. അതിൽ ഏറ്റവും എളുപ്പമുള്ള അർത്ഥം മലയാളം കൂടെ കൂട്ടി ഉള്ള വിവർത്തനത്തിൽ 10 ദൈവങ്ങളിൽ ആരാധിച്ചിരുന്നവർ എന്നാണ്. 10 ദൈവങ്ങളിൽ ആരാധിച്ചിരുന്ന വലിയൊരു ജനസമൂഹമാണ്. അവരെ പ്രത്യേകിച്ച് ആളുകൾ മരിക്കുമ്പോൾ 5 തരത്തിലുള്ള സംസ്കാര ശുശ്രൂഷകൾ അവർക്ക് നൽകിയിരുന്നു. ഒന്ന് ശുടുവോർ എന്ന് പറഞ്ഞാൽ ശവം ദഹിപ്പിക്കുന്നവർ. ഇതുകൊണ്ടല്ലോ നമ്മുടെ രാജ്യത്ത് വലിയൊരു ജനവിഭാഗം അങ്ങനെ ചെയ്യുന്നവരാണ്. അവരാണ് ശുടുവോർ. രണ്ടാമത്തേത് ഇടുവോർ, പക്ഷിമൃഗാദികൾക്ക് മൃതശരീരം വിട്ടുകൊടുക്കുന്ന പതിവ് ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ട്. മൂന്നാമത്തേത് തൊടുകളിൽ പതുപ്പോർ എന്ന് പറഞ്ഞാൽ കുഴികളിൽ മൃതസംസ്കാരം നടത്തുന്നവർ. നമ്മളും ആദ്യ നാടുകൾ മുതലെല്ലാം ചെയ്തിരുന്നത് അത്തരത്തിലാണ്. നാലാമത്തേത് തൽവായിൽ അടപ്പോർ എന്ന് പറഞ്ഞാൽ കല്ലറകളിൽ അടക്കുന്നവർ. അഞ്ചാമത്തേത് താഴിയിൽ കവിപ്പോർ, വലിയ താഴികക്കുടങ്ങളിൽ വലിയ സ്തംഭങ്ങളിൽ അതിൻ്റെ മുകളിൽ മൃതശരീരം വയ്ക്കുവാൻ തക്കവണ്ണമുള്ള കല്ലറ പോലെയുള്ള കാര്യങ്ങൾ കെട്ടിയെടുക്കുന്നവർ. ഇങ്ങനെയുള്ള പുരാതനമായ സംസ്കാര രീതികൾ ഈ രാജ്യത്ത് വന്നത് ഈ ചിതറിക്കപ്പെട്ട യൂത വംശജരിൽ നിന്നാണ് എന്നുള്ള പഠനം വളരെയേറെ നമ്മുടെ നാട്ടിലും എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ വളരെയേറെ ഗവേഷണം നടത്തിയ ഒരാളാണ് മലബാറിലുള്ള ഡോക്ടർ ബെൻഹർ എന്ന് പറയുന്ന അധ്യാപകന്. അദ്ദേഹം നമ്മുടെ പല യൂണിവേഴ്സിറ്റികളിലും നമ്മുടെ രൂപതാ കേന്ദ്രത്തിലൊക്കെ വന്ന് സംസാരിക്കുകയും ക്ലാസ്സുകൾ എടുക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ മെഗാലിത്തിക് മോണുമെന്റ്സ്, കല്ലറകൾ, അത് യൂറോപ്പിൽ ഡോൾമെൻ കല്ലറ എന്നാണ് പറയുന്നത്. യൂറോപ്പിലെ തന്നെ മറ്റു ഭാഷകളിൽ ക്രോം ലേക്ക് കല്ലറ, ഹ്യൂനൻ ഗ്രാബ് കല്ലിൽ വെട്ടി കല്ലറ, ഇന്ത്യയിൽ അതിന് മുനിയറ, പാണ്ടുകുടി, പതാളക്കുടി, ഇങ്ങനെയെല്ലാം നമ്മൾ പറയുന്ന പാരമ്പര്യമുണ്ടായിരുന്നു. അങ്ങനെ നമ്മളുടെ ഈ രാജ്യത്ത് 10 ദൈവങ്ങളിൽ വിശ്വസിച്ചിരുന്ന 10 പട്ടേൽ അവരുടെ ആ ഒരു ബന്ധവുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഈ തരത്തിലുള്ള കല്ലറകൾ കൊണ്ട് നമ്മുടെ ഈ പ്രദേശം വളരെ സമ്പന്നമാണ്. കോട്ടയം, പാല, കുറിഞ്ഞി, കടനാട്, കുറുമണ്ണ്, മറ്റത്തിപ്പാറ, കുറവലങ്ങാട്, കുയ്യത്ത്, കുറവലങ്ങാട്, തേവറത്ത് മലയിൽ ഇവിടെയെല്ലാം നമ്മൾ കാണുന്ന കല്ലറകൾ ഇത്തരത്തിലുള്ളതാണ് എന്നത് ചരിത്രപരമായിട്ട് ഇതര മതസ്ഥരും വലിയ പണ്ഡിതന്മാരും യൂറോപ്യൻ സ്കോളേഴ്സും ഒക്കെ സമ്മതിച്ചിരിക്കുന്ന കാര്യമാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് തോമാസ് ശ്ലീഹായുടെ ഭാരത പ്രവേശനവും ഇവിടുത്തെ അദ്ദേഹത്തിൻ്റെ സുവിശേഷ ശുശ്രൂഷകളും ഒക്കെ നമ്മൾ കാണുന്നതും മനസ്സിലാക്കുന്നതും. മീനച്ചിലാറ് വേമ്പനാട്ടുകായലിൽ ചേരുന്ന കോക്കമംഗലത്ത് വലിയൊരു യഹൂദ വാണിജ്യ കേന്ദ്രമുണ്ടായിരുന്നു. തോമാസ് ശ്ലീഹ 2 തവണ ഭാരതത്തിൽ പ്രവേശിച്ചു വരുന്നത് ചരിത്ര രേഖകളും പാരമ്പര്യമുണ്ട്. ആദ്യത്തേത് തക്ഷശില എന്ന് പറയുന്ന പ്രദേശത്തും അതേ തുടർന്ന് ബാറൂച്ച് എന്ന് പറയുന്ന സ്ഥലവുമാണ്. ബാറൂച്ചിലാണല്ലോ നമ്മുടെ ഷംഷാബാദിന്റെ സഹായമിത്രനായ നമ്മുടെ സ്വന്തം കൊല്ലംപറമ്പിൽ പിതാവ് ശുശ്രൂഷ ചെയ്യുന്നത്. തോമാസ് ശ്ലീഹ ആദ്യം വരികയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്ത സ്ഥലമാണ്. തക്ഷശിലയിൽ തന്നെ തക്ഷശില ശ്ലീവ എന്ന തോമാസ് ശ്ലീഹായുടെ പേരിൽ ഒരു പ്രധാനപ്പെട്ട ശ്ലീവ ഉണ്ട് എന്ന കാര്യവും നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. മീനച്ചിലാറിന്റെ തീരത്ത് പാലായിക്കടുത്ത് ചെറുപ്പുങ്കിൽ 3 പീടിക നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം, ഇവിടെ ചരിത്രപരമായിട്ട് യൂത ക്രിസ്ത്യാനികളുടെ കച്ചവട കേന്ദ്രമായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. പെരിയാറ്റിൻ്റെ തീരത്തോട് വന്ന് ധാരാളം ആളുകൾ ഇവിടെ പാർത്തിരുന്നു.
മീനച്ചിലാറിലൂടെ കുമരകം മുതൽ അരുവിത്തറ വരെ, അല്ലെങ്കിൽ തിരിച്ച് അരുവിത്തറ മുതൽ കുമരകം വരെ ചരക്കു വഞ്ചിയിൽ സഞ്ചരിച്ചിരുന്ന വ്യാപാരികളായിരുന്നു ഇവരിൽ പലരും. മീനച്ചിലാറിന്റെ തീരങ്ങളിൽ യൂത ഗോത്രങ്ങൾ, പിന്നീട് നസ്രാണികൾ തിങ്ങിപ്പാർത്തിരുന്നു. ഈ തീരത്ത് ആണ് നമ്മൾ നിൽക്കുന്ന ഈ 3 പീടിക എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം. ഇത് യൂത വ്യാപാരികളുടെ കച്ചവട കേന്ദ്രമായിരുന്നു. അവിടെ തോമാസ് ശ്ലീഹായ്ക്കറിയാവുന്ന ഭാഷയുമായി വന്നപ്പോൾ വളരെ വേഗത്തിൽ അവരുമായിട്ട് സംവദിക്കാൻ കഴിഞ്ഞു. വേമ്പനാട്ട് കായലിൽ നിന്ന് മീനച്ചിലാറിലൂടെ വിദേശ കപ്പലുകൾ വന്ന് 3 പീടികയിൽ നിന്നും ചരക്കുകൾ വാങ്ങി പോയിക്കൊണ്ടിരുന്ന പാരമ്പര്യം വളരെ വലുതാണ്. ഇവരോട് സുവിശേഷം പറയാൻ ശ്ലീഹായ്ക്ക് വളരെ എളുപ്പമായിരുന്നു. പലായിലും ചെറുപ്പങ്കിലും അരുവിത്തറയും പൂഞ്ഞാറും ഈ മിശിക മാർഗം ആദ്യനൂറ്റാണ്ട് മുതൽ ഉള്ളതാണ്. അതിപുരാതനമായ ദേവാലയങ്ങളാണല്ലോ അരുവിത്തറയും പിന്നീട് പ്രബലഞ്ഞാടും എല്ലാം. യാത്രാക്ലേശത്താൽ തോമാസ് ലീഗ ചെറുപ്പങ്ങളിൽ ഇവിടെ 3 പീടികയിൽ വിശ്രമിച്ചു എന്നാണ് പാരമ്പര്യം. വടക്ക് നിന്ന് നിലയ്ക്കലിലേക്ക് പോകുന്നതിനും നിലയ്ക്കലിൽ നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് പോകുന്നതിനും ചെറുപ്പങ്കൽ കടവ് കടന്ന് പോവുക എളുപ്പമായിരുന്നു. അന്നത്തെ യാത്രയും അന്നത്തെ കച്ചവട വ്യാപാരങ്ങളുമെല്ലാം നടന്നത് അത്തരത്തിലാണ്. അത്തരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ദേശത്തുകൂടി ചെറുപ്പങ്കൽ കൂടി പലായിലൂടെ അരുവിത്തറയിലൂടെ കുഞ്ഞാറിലൂടെ അനേകം തവണ കടന്നുപോയിരിക്കാനുള്ള എല്ലാ സാധ്യതകളും നമ്മൾ ഈ പറയുന്ന ചരിത്രപരമായ കാര്യങ്ങളിൽ ഉണ്ട്. ചെറുപ്പങ്കലിലെ 3 പീടികയിൽ ഇപ്പോൾ നമ്മൾ ഈ സ്ലീവ പുനഃപ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ സ്ഥലം വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. ഞാൻ കരുതുന്നത് ചെറുപ്പങ്കലിൻ്റെ പ്രാധാന്യം ലോകം കാണാൻ പോകുന്നതേ ഉള്ളൂ. ഒരു സ്ലീഹ വന്ന് താമസിച്ച് വിശ്രമിച്ച് സ്ലീവ നാട്ടിയ ഈ സ്ഥലത്തിൻ്റെ പ്രാധാന്യം നമ്മുടെ സഭയും ഭാരതത്തിലെ ഇതര മതവിഭാഗത്തിൽപ്പെട്ടവരും സാർവത്രിക സഭയും കൂടുതലായിട്ട് ഇതേക്കുറിച്ച് ശ്രദ്ധിക്കും എന്നെനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. ഈ സ്ലീവ അച്ഛൻ പറഞ്ഞല്ലോ തോമാസ് ലീഗായാൽ സ്ഥാപിച്ചു എന്നാണ് പാരമ്പര്യം. ഇവിടെ അദ്ദേഹം ഇവിടെ മുമ്പിൽ കണ്ട ജനങ്ങളോട് ഒരു സ്ലീവ നാട്ടാനായിട്ട് പറഞ്ഞു. ജലമാർഗം ഈ പ്രദേശത്ത് ശ്ലീഹ സുവിശേഷം പ്രസംഗിച്ചു. 3 പീടികയിൽ മീനച്ചിലാറിന്റെ വടക്കേ തീരത്ത് പാണ്ഡി വിഭാഗത്തിൽപ്പെട്ടവരായ കച്ചവടക്കാരുടെ 3 പീടികകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം. ഈ 3 വാണിജ്യ പീടികയിൽ നിന്നാണ് യഹൂദരും അതേ തുടർന്ന് നമ്മുടെ നസ്രാണികളും ഇവിടെ തിങ്ങി പാർത്തത്. ഇപ്പോഴും ഈ സ്ഥലത്തിന് 3 പീടിക എന്നാണല്ലോ പറയുന്നത്. 3 പീടികയിലെ വൈദികരും സമർപ്പിതരും ടീച്ചേഴ്സും എല്ലാം ഉണ്ട്. 2001 യുവകനായ ജേക്കബ് 3 പീടികയിൽ അച്ഛനെ ഇവിടെ നിൽക്കുന്ന എല്ലാവരും അറിയും. ബഹുമാനപ്പെട്ട 3 പീടികയിൽ അച്ഛന് ഇവിടെ ഇന്ന് ഈ കർമ്മത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട നെച്ചിക്കാട്ടച്ഛന് 3 പീടികയിൽ ഞാൻ കരുതുന്നവരുടെ അമ്മവീര അച്ഛന് പലപ്പോഴും എന്നോട് ഈ ചരിത്രമെല്ലാം നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അച്ഛനും ഈ ജേക്കബ് അച്ഛനും അതുപോലെ ജസ്വിറ്റ് കോൺഗ്രിഗേഷനിൽപ്പെട്ട 3 പീടികയിൽ അച്ഛനും വളരെയധികം തവണ ഈ ചെറുപ്പങ്കിൽ ഇതുപോലെ പുനരുദ്ധരിക്കണമെന്ന് പറയുകയുണ്ടായി. ഈ വല്യച്ഛൻ ജേക്കബ് അച്ഛൻ മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പും എന്നോട് കാര്യം പറയുകയുണ്ടായി. ജസ്വിറ്റ് വിഭാഗത്തിൽപ്പെട്ട 3 പീടിക അച്ഛന്മാർ ഇതുപോലുള്ള അവരുടെ കസിൻസ് അതുപോലെ നെച്ചിക്കാട്ടച്ഛനുമായിട്ട് സംസാരിക്കുകയും ഈ ഒരു കർമ്മം ഇവിടെ നടത്തണമെന്ന് അച്ഛൻ്റെ ഒരു അന്ത്യ അഭിലാഷം കൂടിയായിരുന്നു. ജസ്വിറ്റ്സ് ഇവർ വഴി ഈ വലിയ പ്രദേശത്തിൻ്റെ പ്രാധാന്യം നല്ലൊരളവിൽ മനസ്സിലാക്കിയിട്ടുമുണ്ട്. കച്ചവട പീടികയുടെ ഈ കിഴക്കേ ഭാഗത്തുള്ള കുടുംബങ്ങളുടെ ചരിത്രമൊക്കെ ഇവിടെ പറഞ്ഞതാണ്. അത് ഞാൻ വിട്ടുകളയുകയാണ്. തോമാസ് ലീഗ ഇവിടെ പാചകം കൊണ്ട് ചെരുപ്പ് കൊണ്ട് ചവിട്ടി കാണിച്ച സ്ഥലത്താണ് ഈ സ്ലീവ സ്ഥാപിച്ചതെന്നാണ് പാരമ്പര്യം.
നമ്മളങ്ങനെയാണല്ലോ, കർണന്മാരൊക്കെ ചവിട്ടി കാണിക്കും, ഇവിടെ കുടിച്ചാൽ വെള്ളം കിട്ടും. അങ്ങനെ ശ്ലീഹ അദ്ദേഹത്തിന്റെ പാതുകം കൊണ്ട് ചവിട്ടി കാണിച്ച സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെയാണ് വിശുദ്ധ ശ്ലീഹായിൽ നിന്ന് മാർ സ്ലീവ നമ്മൾ സ്ഥാപിച്ചത്. അതിനുശേഷം അദ്ദേഹം വിശ്രമിക്കാനായിട്ട് ചെരുപ്പ് കാലിൽ നിന്ന് അടിച്ച് മാറ്റി വെച്ചു. അങ്ങനെ ചെരുപ്പ് മാറ്റിവെച്ച സ്ഥലം കൊണ്ട് ഇതിന് ചെറുപ്പുങ്കൽ എന്നുള്ള പേരും വന്നു എന്നത് പ്രാദേശിക പാരമ്പര്യത്തിൽപ്പെട്ട കാര്യമാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതിരമ്പുഴ കടവ്, കുറുപ്പന്തറ കടവ്, പടുത്തുരുത്തി കടവ് എന്നിവിടങ്ങളിൽ ഈ ജലപാത കടൽ വഴിയും കരവഴിയും ബന്ധിച്ചിരുന്നു. അതാണ് ഇതിന്റെ പ്രത്യേകത. 1-ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതി മുതൽ നസ്രാണികൾ പാർത്തിരുന്നു. അതിന്റെ കാരണക്കാരൻ നമ്മുടെ തോമാസ് ശ്ലീഹായാണ്. ആ സമൂഹം ഇവിടെ വന്ന് തോമാസ് ശ്ലീഹായുടെ യാത്ര വഴി സ്ഥാപിക്കപ്പെട്ട ആ 7 സ്ഥലങ്ങളിൽ നിന്ന് വളരെയധികം ആളുകൾ വളരെ വേഗത്തിൽ കോതനെല്ലൂര്, എടപ്ലാമറ്റം, ആനക്കല്ല്, ഭരണങ്ങാനം, നമ്മുടെ ചെറുപ്പങ്കല്, മുളക്കുളം, മുട്ടിച്ചിറ, രാമപുരം, ഇലഞ്ഞി എന്നിവിടങ്ങളിലേക്കെല്ലാം കയറി പാർക്കുകയും പിന്നീട് അവിടെ ഇവിടങ്ങളിലൊക്കെ ദേവാലയം സ്ഥാപിക്കുകയും ചെയ്തു. മീനച്ചിലാറിന്റെ തീരപ്രദേശങ്ങളും മാർത്തോമാനുഷ്ഠാനികളുടെ കോട്ടകളായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ശ്ലീഹ വാഗമണ്ണിൽ നിന്ന് പൂഞ്ഞാറ് വഴി അരിപത്ര വന്ന് അവിടെ നിന്ന് വഞ്ചിയിൽ അല്ലെങ്കിൽ വള്ളത്തിൽ ഇവിടെ വന്ന് ഈ കാര്യങ്ങളെല്ലാം സുവിശേഷം അറിയിച്ച് കടുത്തുരുത്തിയിലേക്ക് പോകുന്ന ആ പാതകളെ കുറിച്ച് വലിയ പഠനങ്ങൾ ഈ അടുത്ത നാളിലെല്ലാം നടന്നിട്ടുണ്ട് എന്ന കാര്യവും ചിലർക്കെങ്കിലും അറിയാമായിരിക്കും. മലവഴി, പാണ്ടി വഴി എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന മലമ്പാതയും ജലപാതയും മീനച്ചിലാറിൽ കൂട്ടിമുട്ടിയിരുന്നു. ഈ മലവഴി തോമ കടന്നു വന്നു എന്ന് റമ്പാൻ പാട്ടിൽ നമ്മൾ അനേകം തവണ വായിക്കുന്നുണ്ട്. പൂഞ്ഞാർ മലനിരകൾ വഴി മീനച്ചിലാറ്റിലേക്കും, മൂന്നാർ മലയാറ്റൂർ വഴി പെരിയാറ്റിലേക്കും, ചായൽ നിരണം വഴി നീണ്ടുകിടക്കുന്ന ചേര പാണ്ഡ്യ രാജ്യങ്ങളെ കോർത്തിണക്കിയിരുന്ന രാജപാതകൾ ശ്ലീഹ തന്റെ സുവിശേഷം അറിയിക്കാനായിട്ട് ഉപയോഗപ്പെടുത്തിയിരുന്നു എന്ന് ചരിത്രവും പാരമ്പര്യവും സാക്ഷ്യപ്പെടുത്തുന്നു. ഞാൻ സമയപരിമിതി മൂലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഇത് വലിയൊരു ചരിത്ര ബോധം നൽകുന്ന അവസരമായിട്ട് ഇതിനെ നമുക്ക് മാറ്റണം. ഒന്ന്, ഈ രാജ്യത്തുണ്ടായിരുന്ന യൂത ബ്രാഹ്മണര്, അന്ന് പൊതുവെ അവരെല്ലാവരും അങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്. അതിലൊരുപാട് ആളുകളുണ്ടായിരുന്നു. അവരുടെ ആ ഒരു സാന്നിധ്യം വഴി ഇന്ത്യയുടെ ചരിത്രം തന്നെ നമുക്ക് മാറ്റി എഴുതേണ്ട സാഹചര്യത്തിലേക്ക് ആസന്ന ഭാവിയിൽ നമ്മളെല്ലാവരും എത്തും എന്ന് തന്നെയാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. അപ്പോൾ നമുക്ക് പുരാതന കുടുംബങ്ങളെക്കുറിച്ചും ഇന്ത്യയിലുള്ള വ്യത്യസ്തമായ ജാതികളെക്കുറിച്ചുമൊക്കെ നമുക്കറിയാൻ പറ്റും. നെഹ്റു എന്നുള്ള പേര് കിട്ടിയത് തന്നെ ബ്രാഹത്തിന്റെ മുത്തച്ഛനായ നാഹൂറിൽ നിന്നാണ് പാരമ്പര്യം. ആ ഒരു പാരമ്പര്യം ആ തലമുറക്കാരും ആ വീട്ടുകാരും എല്ലാം സമ്മതിക്കുന്നതാണ്. നഫ്താലി ഗോത്രത്തിൽ നിന്നാണ് നേപ്പാള് രൂപം കൊണ്ടത് എന്നത് ചരിത്രവസ്തുതയാണ്. അങ്ങനെ ഇവിടെയുള്ള എല്ലാ ഗോത്രങ്ങളും ഈ യഹൂദന്മാരുടെ പേരിനോട് ബന്ധപ്പെട്ടും അവരിൽ നിന്ന് വന്നവരുമാണ്. അതുകൊണ്ട് ഇന്ത്യ ചരിത്രത്തിൽ ഒരു കോമൺ അംബ്രല്ല പോലെ നിൽക്കേണ്ട ഒരു ചരിത്രമാണ്. അതിൽ ഞാൻ പറഞ്ഞല്ലോ, അതിൽ യൂത ഹൈന്ദവര്, യൂത മുസ്ലിങ്ങള്, യൂത ബുദ്ധന്മാര്, യൂത ജൈനന്മാര്, അതുപോലെ മറ്റ് ജാതിക്കാരുമെല്ലാം അതിൽ ശ്ലീഹാന്റെ വരവോടുകൂടി നമുക്ക് വലിയ പ്രാധാന്യം കിട്ടുകയും നസ്രാണികളുടെ വലിയ കേന്ദ്രങ്ങൾ ഇവിടെ തെക്കേ ഇന്ത്യയിൽ സ്ഥാപിക്കാനുമൊക്കെ നമുക്ക് സാധിച്ചു, ശ്ലീഹായ്ക്ക് സാധിച്ചു. അതിൻ്റെ പരിസരത്തും ആ പാരമ്പര്യത്തിലും നമ്മൾ നിൽക്കുമ്പോൾ നമുക്കും വലിയ അഭിമാനമുണ്ട്. അതുകൊണ്ട് ഇന്ന് ഇവിടെ ഈ 3 പീഠികയിൽ നമ്മൾ ഈ ശ്ലീവ അതിമനോഹരമായിട്ട് ഇവിടെ പുനഃപ്രതിഷ്ഠിച്ചപ്പോൾ ചരിത്രത്തോട് നമ്മൾ കാണിക്കുന്ന വലിയൊരു ആദരവാണ്. 3 പീഠിക തറവാട്ടിൽപ്പെട്ട വൈദികരോടും അവരുടെ ആധ്യാത്മിക നിലവാരത്തോടും നമ്മൾ കാണിക്കുന്ന വലിയൊരു ആദരവാണ്. ഒപ്പം ഈ പ്രാദേശിക പാരമ്പര്യം
പാലായിയുടെ ആ ഒരു ശ്ലൈഹിക പാരമ്പര്യം ഞാൻ ഒരിക്കൽ പറയുകയുണ്ടായി. ഈശോ ഗലീലിയ തടാകം എങ്ങനെ ഉപയോഗിച്ചുവോ അതുപോലെയാണ് മാർത്തോമാ ശ്ലീഹ ഈ മീനച്ചിലാറ് ഉപയോഗിച്ചത്. മീനച്ചിലാറ് പാലായിൽ മാത്രമല്ലല്ലോ, അങ്ങ് മലമുണ്ടയിൽ നിന്ന് കിഴക്കിൽ നിന്ന് ഒലിച്ച് അത് വേമ്പനാട്ടുകായലിൽ പോയി പതിക്കുന്നിടം വരെ മീനച്ചിലാറാണ്. മീനച്ചിൽ പ്രദേശത്തിന് അതിന് നമ്മുടെ പ്രാധാന്യമുള്ളതുകൊണ്ട് ആ പേര് കൊടുത്തുകൊണ്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമുക്ക് നമ്മുടെ സഭയുടെ ചരിത്രവും ഈ രാജ്യത്തിന്റെ ചരിത്രവും കൂടുതൽ സുഭദ്രമായ രീതിയിൽ പഠിക്കാനും മനസ്സിലാക്കാനും ഇത് ഒരു വലിയ അവസരമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരങ്ങൾ പ്രാർത്ഥിക്കാനും പരിശുദ്ധ ബലി അർപ്പിക്കാനും സുറിയാനി ഭാഷയിൽ യാമ നമസ്കാരങ്ങൾ അർപ്പിക്കാനുമെല്ലാം ആസിന്റെ ഭാവിയിൽ വരും എന്ന് ഉറപ്പാണ്. ഇത് വലിയൊരു യാതൊരായിട്ട് മാറും. ഈ ശ്ലീഹായും അതിന് പിന്നിലുള്ള ശ്ലീഹായും നമ്മെ എല്ലാവരെയും വിളിച്ചു കൂട്ടുന്ന വലിയൊരു യാതൊരായിട്ട് ആസിന്റെ ഭാവിയിൽ മാറും എന്നെനിക്ക് ഉറപ്പുണ്ട്. നമ്മുടെ ഉത്തരവാദിത്വമാണ് അത് സംരക്ഷിക്കാനും ആ പൈതൃകം വളർത്തി എടുക്കാനുമുള്ളത്. ഇതിനുവേണ്ടി വളരെയേറെ പരിശ്രമിച്ച സ്നേഹനിധിയായ ബഹുമാനപ്പെട്ട അനാമ്പുഴയ്ക്കൽ ജോസഫത്തിനെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ അറിവും വിശുദ്ധിയും പാണ്ഡിത്യവും ജനങ്ങളോട് ഇടപെടാനുള്ള സാധാരണമായ ആ മികവുമെല്ലാം ചെറുപ്പങ്കലിന് വലിയ മാറ്റം വരുത്തി. അത് ഈ മാർശ്ലീഹ പള്ളിയുടെ മുത്തപ്പൻ്റെ ആ ഒരു കൃപയിലാണ് നമ്മൾ തിരുനാളിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. അതുകൊണ്ട് ഈ ചെറുപ്പങ്കൽ കേന്ദ്രം നമുക്ക് മാത്രം പോരാ, ചെറുപ്പങ്കൽ ഇടവകയ്ക്കോ പാലായിക്കോ മാത്രം പോരാ, സഭയുടെ വസ്തുനിഷ്ഠമായ ഈ പൗരസ്ത്യ പാരമ്പര്യം കൂടുതൽ ശക്തമായിട്ട് കണ്ടെത്താനും ആ രീതിയിൽ സഭയ്ക്ക് ആകമാനം ഒരു നേതൃത്വം കൊടുക്കുവാനും കഴിവുള്ള അറിവുള്ള ആത്മീയതയുള്ള വൈദികരും സമർപ്പിതരും അന്മാരുമായിട്ട് നമ്മളെല്ലാവരും മാറണം. അപ്പോഴാണ് സഭയ്ക്ക് ബലമുണ്ടാകുന്നത്. സഭയോട് ചേർന്ന് ചിന്തിക്കാനായിട്ട് നമ്മൾ പഠിക്കുന്നത്. ഇതിനുവേണ്ടി മുൻകൈയെടുത്ത അച്ഛനും കൊച്ചന്മാരും ചെറുപ്പത്തിൽ താമസിക്കുന്ന മറ്റു വൈദികരും അതുപോലെ ഗൈക്കാരന്മാരും കമ്മിറ്റിക്കാരും വളരെയേറെ ഇതിനുവേണ്ടി നിങ്ങൾ അധ്വാനിച്ചു. ആ അധ്വാനത്തിൻ്റെ ഫലം നമ്മൾ കാണാൻ പോകുന്നത്. ദൈവമേ അനുഗ്രഹിക്കും. ശ്ലീഹായോടുള്ള അവർ നമ്മുടെ അടുപ്പം നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കണം. അതിൻ്റെ അടയാളമാണ് ഈ മാർത്തോമാ ശ്ലീഹ. അതിമനോഹരമായ ശ്ലീഹയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടി ഒരു വാക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സമയം കടന്നു പോയതോടെ ഇപ്പോൾ അത് ഇവിടെ നിർത്തുകയാണ്. നമ്മുടെ സഭയുടെ ഔദ്യോഗിക ചിഹ്നമായ ശ്ലീഹ നമുക്ക് ഏവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛനെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും എല്ലാവരുടെയും പേരിൽ അദ്ദേഹത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു. 3 പീഡിക വീട്ടുപേരോടുകൂടിയുള്ള വൈദികരും അന്മാരും സമർപ്പിതരും സഭാചരിത്രത്തിൽ വലിയ സ്ഥാനമുള്ളവരാണ് എന്നുകൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകളെ ഗാന്ധിയും പുത്രയുടെയും ശത്രുഹായുടെയും നാമത്തിൽ കുറിച്ചു.